റഹ്മത്ത്. ഇവിടെയുള്ള വ്യൂ ഇതാണ്. ഇപ്പോൾ പെട്ടെന്ന് മേഘം വന്ന് മൂടാൻ തുടങ്ങി. നമ്മൾ ഷിംബുലാക്കിൻ്റെ ടോപ്പിൽ പോയപ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് വണ്ടിയുടെ ഉള്ളിലുള്ള സെറ്റപ്പ്. 2-3 ഗിയറൊക്കെ ഉണ്ട്, ലോഡ് ഗിയറൊക്കെ ഉണ്ട്. ദൂരെ ലേക്കിൻ്റെ വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ തടാകത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയറ്റമാണ്. നേരത്തെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന സംഭവം ഓർമ്മയുണ്ടല്ലോ, നല്ല കയറ്റമാണ്. ഈ വഴിയല്ല ശരിക്കും നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു വഴിയാണ്. ഇവിടെ തടി കൊണ്ടുള്ള ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നടന്ന് നടക്കുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ ഇരുന്നിട്ട് വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. നമ്മുടെ ഈ ക്യാൻറ്റീനിലേക്ക് ഉണ്ടായതിനെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളും കൂടെ പറഞ്ഞുതരാം. 1911 ഇവിടെ ശക്തമായിട്ടുള്ളൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും നമ്മൾ ഇന്നലെ പോയ ജംഗവു കത്തീഡ്രലില്ലേ, ആ കത്തീഡ്രലിലൊക്കെ ആ സമയത്ത് ഈ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിർമ്മിതികളിലൊന്നായിരുന്നു കത്തീഡ്രൽ. അപ്പോൾ ആ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഭൂകമ്പത്തിന് ശേഷം അവിടെ ഒരു കിടങ്ങുണ്ടായി. കിടങ്ങിലോട്ട് ആ മലയുടെ വശങ്ങളിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം ഇടിഞ്ഞ് താഴെ വന്നിട്ട് അതൊരു തടാകമായിട്ട് രൂപപ്പെട്ടതാണ്. അതാണ് കാൻഡി ലേക്കിൻ്റെ ഒരു ചരിത്രം. 1911 അത് ഉണ്ടായത്. അപ്പോൾ ഈ വെള്ളത്തിന് നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇതിനകത്ത് വീണ മരങ്ങൾ ഇപ്പോഴും ഏകദേശം 100 വർഷങ്ങൾക്ക് ഇപ്പുറവും നശിച്ചു പോകാതെ, അതായത് തടി നശിച്ചു പോകാതെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. ഒരു നീല കളറിലുള്ള വെള്ളവും ചുറ്റും മലനിരകളും പൈൻ മരങ്ങളും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ചൊരു ഭംഗിയാണ് ആ ലേക്കിനുള്ളത്. ഇവിടെ വർഷം മുഴുവനും തണുത്ത കാലാവസ്ഥയായിരിക്കും. ഏകദേശം 6 മാസത്തിൽ കൂടുതലും മഞ്ഞുള്ള സ്ഥലമാണ്, മഞ്ഞിൽ മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുള്ളതുകൊണ്ട് ഈ മരത്തിന് ഇതുവരെ ഒരു കേടുപാടും പറ്റിയിട്ടില്ല. ഏകദേശം 115 വർഷത്തോളമായി. ഇപ്പോഴും തടിക്ക് പ്രത്യേകിച്ച് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് വെള്ളത്തിൽ ആ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വെള്ളത്തിന് ടർക്കോയിഷ് നിറം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചുണ്ണാമ്പ് കല്ലിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. അതും പിന്നെ ഇവിടെയുള്ള കുറച്ച് ലവണങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ടാണ് ടർക്കോയിഷ് കളറിലുള്ള ഒരു വെള്ളം തടാകത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ പ്രത്യേക കളറിലുള്ള വെള്ളവും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മലനിരകളും പൈൻ മരങ്ങളും ഒക്കെ തന്നെയാണ് ഇത്രയും ട്രക്കിംഗ് ചെയ്തിട്ടൊക്കെ ഒരുപാട് സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവരുന്നത്. ഈ മരങ്ങൾക്ക് ശിഖരങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുങ്ങിപ്പോയ വനം പോലെ തോന്നും. ആ വെള്ളത്തിനകത്തൊരു വനം മുങ്ങിയ ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും കാര്യം പറഞ്ഞ് നമ്മൾ നടന്ന് നമ്മുടെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തെത്താറായി. ഇനി അവിടെ നിന്ന് വീണ്ടും ഒരാളിന് 500 ടെങ്കി കൊടുത്തിട്ട് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് പോകണം. അവിടെ വണ്ടിയുടെ ഫോട്ടോയൊക്കെ നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നമ്പറൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. 12 മണിക്ക് മുമ്പ് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ 12 മണിക്ക് മുമ്പ് തന്നെ വണ്ടിയിലെത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഡ്രൈവാണ് ടാക്സിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെയുള്ള വ്യൂ ഇതാണ്. ഇപ്പോൾ പെട്ടെന്ന് മേഘം വന്ന് മൂടാൻ തുടങ്ങി. നമ്മൾ ഷിംബുലാക്കിൻ്റെ ടോപ്പിൽ പോയപ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് കൈൻഡി ലേക്ക് ചെക്ക് പോയിൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വന്ന പോലെ സോവിയറ്റ് യൂണിയൻ്റെ ടൈപ്പ് വണ്ടിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഞാൻ ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നടന്നില്ല. പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ളൊരു സീറ്റ് കിട്ടി. ചില സ്ഥലത്ത് റോഡ് കുഴപ്പമില്ല, പക്ഷേ ചില സ്ഥലത്ത് നല്ല മോശമാണ് റോഡിൻ്റെ അവസ്ഥ. നമ്മുടെ വലതുവശത്തൂടെ സാത്തി റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ ഭാഗത്ത് റോഡ് അല്പം മോശമാണ്. എതിരെ ഇതുപോലുള്ള ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. കാണാൻ തന്നെ ഒരു വൈൽഡ് ലുക്കാണ് ഈ വണ്ടിക്ക്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഇതുപോലുള്ള കുന്നുകൾ കയറാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച വണ്ടികളാണ് ഇതൊക്കെ. ഇപ്പോഴും മലമ്പ്രദേശങ്ങളിൽ, ഹിൽ സ്റ്റേഷനിൽ ഈ ടൈപ്പിലുള്ള വണ്ടികളാണ് ഇതുപോലെയുള്ള ടെറൈനുകളിൽ യൂസ് ചെയ്യുന്നത്.
റോഡിൻ്റെ വശങ്ങളിലൊക്കെ പൂക്കൾ കരിഞ്ഞു നിൽപ്പുണ്ട്. ഇപ്പോൾ സമ്മറല്ലേ, ഇപ്പോൾ വസന്തകാലത്ത് പൂക്കളായിരുന്ന എല്ലാം പൂക്കളൊക്കെ ഇപ്പോൾ കരിഞ്ഞിട്ട് ചെടികൾ അങ്ങനെ കരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ സമ്മർ കഴിഞ്ഞാൽ പതിയെ വീണ്ടും മഞ്ഞുകാലത്തിലോട്ട് പോകും. അപ്പോൾ ഈ പൂക്കളൊക്കെ നശിച്ചു പോകും, ഈ ചെടികളൊക്കെ നശിച്ചു പോകും. അവർക്ക് വളമാണ്. ഇതാണ് വണ്ടിയുടെ ഉള്ളിലുള്ള സെറ്റപ്പ്. 2-3 ഗിയറൊക്കെ ഉണ്ട്, ലോഡ് ഗിയറൊക്കെ ഉണ്ട്. ചെക്ക് പോയിന്റിലെത്തി. ഇപ്പോൾ നമ്മൾ നേരത്തെ പോകുന്ന സമയത്തുണ്ടായിരുന്ന തിരക്ക് കാണുന്നില്ല, ഇത്രയും തിരക്കില്ല. നമ്മുടെ സാത്തി വില്ലേജിലോട്ട് തിരിച്ചു പോകുമ്പോൾ വണ്ടി വരാൻ ഇനിയും 6 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ സാത്തി നദിയിലുള്ള വെള്ളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നല്ല തണുത്ത വെള്ളമാണ്. ഈ നദി ഇങ്ങനെ നമ്മൾ സാത്തി ഗ്രാമത്തിൽ കണ്ട ഫിലിപ്പ് നദിയിൽ അതിൽ പോയിട്ട് ചേരും. ഇത് നമ്മുടെ കൈനിലേക്കും വരുന്ന നദിയാണ്. ഈ ഭാഗത്ത് നിന്ന് കുതിര സവാരി നടത്തിയിട്ട് കൈൻഡിയിലേക്ക് കുതിര സവാരി നടത്തി ആൾക്കാർ പോകുന്നത് ഈ വഴിയാണ്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് കുതിരകൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇതാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ. നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇതുവരെ വണ്ടി വന്നിട്ടില്ല. നമ്മൾ തിരിച്ച് സാത്തി വില്ലേജിലെ ഹോം സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോം സ്റ്റേയിലാണ് നമ്മുടെ ലഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈവനിങ് കോൾസായി ലോവർ ലേക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാഴ്ചകളെ കണ്ട് ഹോം സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സാത്തി വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ച് റെഡിയായി, നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇത് ആപ്രിക്കോട്ട് ജാമാണ്. ഇവിടെ ഹോം സ്റ്റേയിൽ ഉണ്ടാക്കിയ ജാമെന്നാണ് പറഞ്ഞത്, കുക്ക് പറഞ്ഞത്. ഇതാണ് മെയിൻ ഡിഷ്, പിലാവ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അല്പം റെസ്റ്റൊക്കെ എടുക്കും. നമ്മുടെ വലിയ ബസ്, വേറൊരു ബസ്, നമ്മൾ അൽമാത്തിൽ നിന്ന് സാത്തിയിലോട്ട് വന്ന് നമ്മുടെ ബസ്സുണ്ട്, ബനാന ടൂറിൻ്റെ ബസ്. ആ ബസ് വന്നിട്ട് നമ്മുടെ കോൾസായി ലേക്കിലോട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. ആ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്റർ ദൂരമാണ് കോൾസായി ലേക്കിലോട്ടുള്ളത്. കോൾസായി ലോവർ ലേക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്ഫോമറാണ് ഈ പച്ച കളറിൽ കാണുന്നത്. ഈ കാണുന്ന വണ്ടികളെല്ലാം കോൾസായി ലേക്കിലോട്ട് പോകുന്ന വണ്ടികളാണ്. 2 മണി കഴിഞ്ഞു, വെയിലൊക്കെ പോയി. ഇപ്പോൾ വീണ്ടും മേഘം വന്ന് മൂടുന്നു. ഇതാണ് നമ്മുടെ ഐഷ ഹോം സ്റ്റേ. നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ആപ്പിൾ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ പറമ്പിൽ നിന്ന് പറിച്ച ആപ്പിൾ എന്നാണ് പറഞ്ഞത്. ഈ മരത്തിൽ നിന്ന് പറിച്ചെടുത്താണോ എന്നറിയില്ല. ഇവരുടെ വീടിൻ്റെ പുറകിൽ വേറെ ആപ്പിൾ മരങ്ങളുണ്ട്. പറമ്പിൽ നിന്ന് പറിച്ച ആപ്പിൾ എന്നാണ് പറഞ്ഞത്. ഇതിലൊക്കെ ആപ്പിൾ നല്ല പഴുത്ത് വിളഞ്ഞ് നിൽപ്പുണ്ട്. കയ്യെത്തുന്ന ദൂരത്ത് ഇല്ല. പറ്റുമെങ്കിൽ നമുക്ക് ഫ്രഷ് ആപ്പിൾ ഒന്ന് പറിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട്.
Okay guys, so now we will visit the Kursai Lakes National Park. So we will spend 3 hours there in Kursai Lake. Please don't be late, okay? I will tell what will be the gathering time. So we need to be in the bus at that time, okay? So please, you need to spend 1 hour for the way, okay? So 30 minutes till the lake and 30 minutes go back, okay? Great, thank you. When we arrive, I will tell you about the timing. So please keep the timing, okay? Thank you. നമ്മൾ കോൾസായി ലേക്കിൻ്റെ പാർക്കിങ്ങിൽ ഇറങ്ങി. ഇപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. സാത്തി വില്ലേജിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. റെസ്റ്റോറൻറ്റും കഫേയും സ്നാക്ക് ഷോപ്പുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. പാർക്കിങ്ങൊക്കെ ഫുള്ളാണ്. ഇവിടുത്തെ കാഴ്ച ഉണ്ട്. മലകൾ അതുപോലെ മേഘങ്ങളൊക്കെ വന്ന് മൂടുന്നുണ്ട്. മണിക്കൂർ 3 ആവുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് അരമണിക്കൂർ നടക്കാനുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ആക്ച്വലി കോൾസായി എന്ന് പറഞ്ഞാൽ 3 ലേക്കാണുള്ളത്, 3 തടാകങ്ങളാണുള്ളത്. നമ്മൾ 1ാം തടാകം വരെ, അതായത് ലോവർ ലേക്ക് വരെയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മിഡ് ലേക്ക് ഉണ്ട്, അപ്പർ ലേക്ക് ഉണ്ട്. അങ്ങനെ 3 തടാകങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ലോവർ ലേക്ക് കോൾസായി 1 എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ തടാകങ്ങളെല്ലാം തന്നെ കോൾസായി നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ നേരത്തെ പോയ കൈൻഡി ലേക്കും കോൾസായി നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കോൾസായി ബിരിൻഷി കോളി എന്നാണ് പ്രാദേശികമായിട്ട് ഈ ലേക്ക് അറിയപ്പെടുന്നത്. ദൂരെ ലേക്കിൻ്റെ വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. ബോട്ട് പരിപാടികളൊക്കെ കാണുന്നുണ്ട്. നല്ല തിക്കായിട്ട് സ്പ്രൗസ് മരങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ മലകളുടെയൊക്കെ ഭംഗിയുണ്ട്. ഔട്ട് വെച്ചതുപോലെയുള്ളതാണ് മലകളുടെ കാഴ്ച. പേൾ ഓഫ് നോർത്തേൺ ടിയാൻഷ്യൻ എന്നാണ് ഈ കോൾസായി ലേക്ക് അറിയപ്പെടുന്നത്. തിരക്ക് കണ്ട ഒരുപാട് സഞ്ചാരികൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലേക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതുപോലെ കുതിര സവാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് നമ്മുടെ ലേക്കിൻ്റെ ലോവർ വരെ കുതിര സവാരി നടത്താൻ പറ്റും. അങ്ങനെയുള്ളൊരു സൗകര്യമാണ്. ചൂട് തീരെയില്ല. അതുപോലെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ബോർഡും കൂടെ ഈ ഒരു ഏരിയയാണ് കിർഗിസ്ഥാനുമായിട്ട് ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഈ മലകളുടെ കാണുന്ന മലകളുടെ അങ്ങേ സൈഡിൽ കിർഗിസ്ഥാൻ എന്നാണ് പറയുന്നത്.